ഇത് സോണറ്റ് ജോസ്. ഈ വർഷത്തെ IAS പരീക്ഷയിൽ 54-ാം റാങ്ക് നേടിയ ഒരു കുട്ടിയാണിത്. കോട്ടയം ജില്ലയിലെ മുണ്ടക്കയം എന്ന് പറയുന്ന അതിലും ഒലിക്കുനിന്ന ഒരു ചെറു ഗ്രാമത്തിൽ നിന്നും വന്ന ഒരു കുട്ടിയാണ്. ഈ സാഹചര്യത്തിലാണ് ഈ 54-ാമത് റാങ്ക് നേടി തികച്ചും ഈ കേരളത്തിലെ അഭിമാനമായിട്ട് വന്നത്. നമുക്ക് കൂടുതൽ വിവരങ്ങൾ സോണറ്റിനോട് തന്നെ ചോദിച്ചറിയാം. ശാലോൻ ടിവിയിലേക്ക് സ്വാഗതം. ഞാൻ പഠിച്ചത് 10ാം ക്ലാസ് വരെ സെന്റ് ആന്റണീസ് ഹൈസ്കൂൾ മുണ്ടക്കയത്തും, +1 +2 പഠിച്ചത് സെന്റ് തോമസ് ഹയർ സെക്കൻഡറി സ്കൂൾ എരുമേലി. അതായത് നമ്മുടെ രൂപതയുടെ സ്കൂളുകളിലാണ് പഠന കാലഘട്ടം മൊത്തം പൂർത്തിയാക്കിയത്. അതിനുശേഷം ഞാൻ ഗ്രാജുവേഷന് വേണ്ടി ഡൽഹി യൂണിവേഴ്സിറ്റിയിലെ മിറാൻഡ ഹൗസ് എന്ന കോളേജിൽ പോയി അവിടെ ഫിസിക്സ് ഓണേഴ്സിൽ ഗ്രാജുവേഷൻ ചെയ്തു. അത് കഴിഞ്ഞ് നേരെ തിരുവനന്തപുരത്ത് വന്നു ഫോർച്യൂൺ IAS അക്കാഡമിയിൽ അവിടുത്തെ PCM സ്റ്റുഡൻ്റ് ആയിട്ട് ജോയിൻ ചെയ്തു. അങ്ങനെയാണ് എൻ്റെ പഠന കാലഘട്ടം പോയത്. ഡൽഹിയിൽ ഈ പണ്ട് തൊട്ടേ UPSC അല്ലെങ്കിൽ കളക്ടർ ആവണം എന്നുള്ള ആഗ്രഹം ഉള്ളതുകൊണ്ട് തന്നെ കേരളത്തിന് പുറത്ത് പഠിക്കണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പം ഇങ്ങനെ അന്വേഷിച്ചപ്പോഴൊക്കെയാണ് അറിഞ്ഞത് ഡൽഹിയാണ് നമ്മുടെ UPSC പ്രിപ്പറേഷൻ്റെ ഹബ്ബ് എന്ന്. അപ്പം ആ ഒരു എക്സ്പോഷർ കൂടുതലും കിട്ടുമല്ലോ എന്ന് വിചാരിച്ചാണ് ഡിഗ്രി ഡൽഹിയിൽ തന്നെ ചെയ്യാൻ തീരുമാനിച്ചത്. ചെറുപ്പം തൊട്ടേ, അതായത് 1-2 ക്ലാസ്സുകൾ തൊട്ടേ ഞാനിങ്ങനെ കളക്ടർ ആവണമെന്ന് പറയുന്ന എൻ്റെ ടീച്ചേഴ്സ് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അപ്പം എനിക്ക് തോന്നുന്നു അവരെല്ലാവരും ഞാൻ പഠിക്കുന്ന കാലത്തിലൊക്കെ ഭയങ്കര എല്ലാ പരിപാടികളിലും ആക്റ്റീവ് ആയിരുന്നുകൊണ്ട് അന്ന് തൊട്ടേ നല്ലൊരു കുട്ടി, എല്ലാം ചെയ്യാൻ പറ്റുന്ന ഒരു കുട്ടി, അല്ലെങ്കിൽ കളക്ടർ ആവാനുള്ള കപ്പാസിറ്റി ഉണ്ടെന്ന് പറഞ്ഞ് ടീച്ചേഴ്സ് ഒക്കെ തന്നെ ഇൻസ്റ്റിൽ ചെയ്ത ആ ഒരു ഡ്രീമാണ് പിന്നെ ഞാനിങ്ങനെ വളർത്തിയത്. പിന്നെ ഹൈസ്കൂളിലൊക്കെ ആണെങ്കിലും ഹയർ സെക്കൻഡറിയിലാണെങ്കിലും ഞാൻ SP സ്റ്റുഡൻറ് പോലീസ് കേഡറ്റിലും നാഷണൽ സർവീസ് സ്കീമിലൊക്കെ ഉണ്ടായിരുന്നു. അപ്പം എനിക്ക് സൊസൈറ്റി ആയിട്ടുള്ള ഒരു എക്സ്പോഷർ ഭയങ്കര കൂടുതലായിരുന്നു. അപ്പം ആ ഒരു എക്സ്പീരിയൻസിൽ നിന്നൊക്കെയാണ് പിന്നീട് എന്താണെങ്കിലും കളക്ടർ അല്ലെങ്കിൽ UPSCക്ക് ട്രൈ ചെയ്യണം, ഒരു സിവിൽ സർവൻ്റ് ആയിട്ട് വരണം എന്നുള്ള ഒരു ആഗ്രഹം സ്ട്രോങ് ആയത്. ഞാനിവിടെ ഇരിക്കുന്നതിന് ഏറ്റവും മേജറായിട്ട് ഏറ്റവും പ്രധാനപ്പെട്ട കാരണം എൻ്റെ മാതാപിതാക്കൾ അല്ലെങ്കിൽ എൻ്റെ സഹോദരങ്ങളൊക്കെയാണ്. കാരണം ഇവിടെ തികച്ചും ഇങ്ങനെയുള്ള ഒരു അന്തരീക്ഷത്തിൽ നിന്ന് ഡൽഹിയിൽ പോയി പഠിക്കണം എൻ്റെ ആഗ്രഹം പറഞ്ഞപ്പം ഒരു തടസ്സവും ഇല്ലാതെ എങ്കിൽ നീ പോയി പഠിച്ചോ എന്ന് പറഞ്ഞ് വിടാൻ കാണിച്ച അവരുടെ മനസ്സ്, അല്ലെങ്കിൽ അവരുടെ ആ ഒരു സപ്പോർട്ടാണ് ഇന്നിവിടെ ഇത്രയും നല്ലൊരു നിലയിൽ എത്തിയിരിക്കുന്നത്. കാരണം സാമ്പത്തികമായിട്ടാണെങ്കിലും ഒത്തിരി ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്ന ഒരു സാഹചര്യത്തിൽ പൈസ മുടക്കിയെങ്കിൽ നീ പൊക്കോന്ന് പറയാനുള്ള ആ ഒരു കോൺഫിഡൻസ് അല്ലെങ്കിൽ ആ ഒരു ധൈര്യം, അത് അപ്രിഷിയേറ്റ് ചെയ്യേണ്ടതാണ്. പിന്നെ ഇപ്പം സിവിൽ സർവീസ് പ്രിപ്പറേഷനിലേക്ക് വന്നെങ്കിലും ഞാൻ 2022 പഠിച്ചിറങ്ങിയ ഒരാളാണ്. അപ്പം UPSC പ്രിപ്പറേഷൻ തന്നെ അത്യാവശ്യം നല്ല എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു ഫീൽഡാണ്. പിന്നെ ഞാൻ തിരുവനന്തപുരത്ത് നിന്നാണ് പഠിച്ചത്. അപ്പം നഗരത്തിൽ നിന്ന് പഠിക്കുന്നതിൻ്റെതായ ചിലവുകളും ഉണ്ട്. അപ്പം ആ ഒരു ഫൈനാൻഷ്യൽ സപ്പോർട്ട് ഇവർ തന്നതുകൊണ്ടാണ് ഞാൻ എൻ്റെ സ്വപ്നങ്ങൾ തേടിപ്പോയത്. എൻ്റെ വീട്ടിൽ അച്ഛൻ ED ജോസ്, അമ്മ മേരിക്കുട്ടി ജോസ്, പിന്നെ എനിക്ക് 2 സഹോദരങ്ങളുണ്ട്. അപ്പം ഞങ്ങൾ തമ്മിൽ അത്യാവശ്യം നല്ല ഏജ് ഡിഫറൻസ് ഉണ്ട്. ഞാൻ എൻ്റെ ചേട്ടനും തമ്മിൽ 21 വയസ്സിൻ്റെ വ്യത്യാസമുണ്ട്. ചേട്ടൻ മാരീഡ് ആണ്, ചേട്ടൻ്റെ പേര് സോണി. ചേട്ടൻ മാരീഡ് ആണ്, വൈഫ് റോസ്മിൻ. അവർക്ക് 2 പിള്ളേരുണ്ട്, റിനറ്റ്, റയോണ്. പിന്നെ ചേച്ചിയുണ്ട്, ചേച്ചിയുടെ പേര് സോണിയ, ചേച്ചി മാരീഡ് ആണ്. ഹസ്ബൻഡിന്റെ പേര് ജെറിന. അവർക്ക് 2 കുട്ടികളുണ്ട്, ജുവലും ക്രിസ്റ്റലും. ഇതാണ് എൻ്റെ ഒരു ഫാമിലി. എനിക്കിപ്പോഴും ഈ വിജയങ്ങളെല്ലാം ഉണ്ടായാലും എനിക്കിപ്പോഴും മറക്കാനാവാത്ത ഒരു എക്സ്പീരിയൻസ് എൻ്റെ ഫസ്റ്റ് ഫെയിലിയർ. കാരണം ഫസ്റ്റ് അറ്റംപ്റ്റിൽ ഇന്റർവ്യൂ വരെ പോയ ഒരാളാണ് ഞാൻ. അപ്പം ഉറപ്പായും റാങ്ക് ലിസ്റ്റിൽ വരുന്ന ഞാനും എൻ്റെ ഫാമിലി, എൻ്റെ ചുറ്റുമുള്ളവരെല്ലാം പ്രതീക്ഷിച്ചിരുന്നു. പക്ഷെ അപ്പൊ പെട്ടെന്ന് ആ റാങ്ക് ലിസ്റ്റിൽ വരാത്ത ആ ഒരു സമയം ഞാൻ പെട്ടെന്നൊന്ന് ഭയങ്കര ഡൗൺ ആയിരുന്നു, ഭയങ്കര വിഷമസന്ധ്യയിലൂടെ കടന്നു പോയ ഒരാളാണ്. അപ്പം ഇപ്പോഴും ഈ വിജയത്തിൽ എത്തി നിൽക്കുമ്പോഴും എനിക്ക് മറക്കാനാവാത്തത് ആ ഒരു പരാജയവും അന്ന് എൻ്റെ കൂടെ ഉണ്ടായിരുന്നവരും അത് പഠിപ്പിച്ചു. അതായത് വിജയത്തേക്കാൾ കൂടുതൽ ഇപ്പോഴും നമ്മളെ പാഠങ്ങൾ പഠിപ്പിക്കുക പരാജയങ്ങളായിരിക്കും. അപ്പം ആ ഒരു ഇൻസിഡന്റ് ആണ് എൻ്റെ UPSC ജേർണിയിൽ എനിക്ക് ഒരിക്കലും മറക്കാനാവാത്ത ഒരു അനുഭവം. മുന്നോട്ട് പോവാൻ എപ്പോഴും നമുക്കൊരു ശക്തി വേണം. മുന്നോട്ട് പോകുന്നിടത്തോളം കാലം നമുക്ക് പരാജയം എന്ന് പറഞ്ഞൊരു സംഭവം ഇല്ല. നമ്മൾ എപ്പോൾ നിർത്തി പോകുന്നോ, വേണ്ടെന്ന് വെക്കുന്നോ, അതാണ് നമ്മുടെ പരാജയം, അല്ലെങ്കിൽ അവിടെയാണ് നമ്മൾ തോൽക്കുന്നത്. ശരിക്കും പണ്ട് കാലം അതിനെ പഠിക്കാൻ പിടിക്കുകയായിരുന്നു. പോകുന്ന സ്ഥലത്തെല്ലാം പറയായിരുന്നു ഞാൻ കളക്ടറായിട്ട് പോകും, ഞാൻ കളക്ടറായിട്ട് എനിക്ക് വരണം, എൻ്റെ ആഗ്രഹം അതാണ്. 10ാം ക്ലാസ് ജയിച്ചപ്പോൾ ഇടുക്കിയിലെ തൊടുപുഴ ചെന്നേച്ച് അവിടെ മനോരമയുടെ ഒരു ആദരവ് ഉണ്ടായിരുന്നു. ആ ആദരവിലും അവിടെ എല്ലാവരുടെയും ആഗ്രഹം ചോദിച്ചപ്പം പറഞ്ഞത് ഇങ്ങനെയാണ്, എനിക്ക് കളക്ടറായി, കോട്ടയം ജില്ലാ കളക്ടറായി വരണമെന്നാണ് എൻ്റെ ആഗ്രഹമെന്ന്. എന്നാന്ന് അന്നേരം അവിടെയുള്ളവർ ചോദിച്ചപ്പം പറഞ്ഞു ഞാൻ കോട്ടയം ജില്ലയിലുള്ളത്, അതുകൊണ്ട് എനിക്ക് അവിടുത്തെ കളക്ടറായി വരണമെന്ന്. ആ കുർബാന കഴിഞ്ഞ് ഇച്ചിരി ദൂരമായിരുന്നു സ്ഥലം, പള്ളിയിൽ പോകുന്നിടം. അവിടെ അടുത്തുള്ള ആൾക്കാർ പോകുന്നത് അമ്മയൊന്ന് പോയി അന്വേഷിച്ച് വെച്ച് എന്നെയും കൂടെ പറഞ്ഞു വിടണമെന്നും പറഞ്ഞായിരുന്നു പൊയ്ക്കൊണ്ടിരുന്നത്. അങ്ങനെ അടുത്തുള്ളവരൊക്കെയാണ് കൊണ്ടുപോയിക്കൊണ്ടിരുന്നത്. പിള്ളേരെ ഇപ്പൊ നമ്മൾ ലൈൻ നിർത്താനും, ഞാൻ കുഞ്ഞു പിള്ളേരെ ഒക്കെ ആയിട്ട് എനിക്ക് ഭയങ്കരമായിട്ട് മിങ്കിൾ ചെയ്യാൻ പറ്റും. അപ്പൊ ഞാൻ പറഞ്ഞ അവരെല്ലാം കേൾക്കുന്നു. അപ്പൊ പിള്ളേരെ കൊണ്ടുപോയി ഫ്രണ്ടിൽ, ഉണ്ണീശ കളരിയിലെ പിള്ളേരെ കൊണ്ടുപോയി ഫ്രണ്ടിൽ നിർത്തുക,
ഈ സംസാരിക്കാതിരിക്കാൻ പറയുക. പിന്നെ എന്റെ ചുറ്റും വന്നിട്ട് പിള്ളേർ അവിടെ നിന്നോളുമായിരുന്നു. അപ്പം അച്ഛന്മാരുടെ അമ്മമാരുടെ അടുത്ത് ഇരുന്ന് ഈ ബഹളം ഉണ്ടാക്കല്, കരച്ചിൽ, അങ്ങനത്തെ പരിപാടി ഒന്നുമില്ല. പിന്നെ പള്ളിയിൽ നിന്ന് സൺഡേ സ്കൂളിൽ പോകുമ്പോൾ നമ്മൾ ലൈനായിട്ടാണ് പൊക്കോണ്ടിരുന്നത്. അപ്പം ഞാൻ ഫ്രണ്ടിൽ പോകും, പിന്നെ ഞാൻ ലൈൻ മോണിറ്റർ ചെയ്യും. അപ്പൊ പിള്ളേരെല്ലാം ലൈനായിട്ട് സൺഡേ സ്കൂളിൽ വന്ന് കയറും. അങ്ങനത്തെ ആ ഒരു ഡിസിപ്ലിൻ. പിന്നെ അച്ഛനും ആ സമയത്തുള്ള അച്ഛനും ഒക്കെ സപ്പോർട്ട് ആയിരുന്നുകൊണ്ട് സൺഡേ സ്കൂൾ മതാധ്യാപകരൊക്കെ ഭയങ്കര സപ്പോർട്ട് ആയിരുന്നുകൊണ്ട് നമുക്കെല്ലാം ചെയ്യാൻ പറ്റും. ഇതെന്റെ അച്ഛന്റെ പെങ്ങന്മാരാണ്, ജാൻസി ആന്റി, പെണ്ണി ആന്റി, മേരി ആന്റി. അപ്പം ഞങ്ങളെല്ലാവരും ഒറ്റ കുടുംബമാണ്. അപ്പം എന്റെ ഉയർച്ചയിലും എന്റെ വിജയത്തിലൊക്കെ ഒത്തിരി സന്തോഷം, അഭിമാനം ഒക്കെ അവർക്ക്. സോണറ്റ് ചെറുപ്പം മുതലേ സ്മാർട്ടായിരുന്നു. വീട്ടിലൊക്കെ വരുമായിരുന്നു സോണറ്റ് നേരത്തെ. എൻ്റെ മോളും ഒക്കെ ആയിട്ട് സംഭരണിയുടെ മോളിൽ നിന്ന് മാങ്ങ ഒക്കെ പറിച്ച് തിന്നുന്നൊക്കെ ആയിട്ട് ഓർമ്മ ഭയങ്കരമായിട്ട് നല്ല എല്ലാവരുമായിട്ട് സ്നേഹമായിരുന്നു. എല്ലാവരും പണ്ട് തുടങ്ങി വായിക്കാനായിട്ട് നല്ല താല്പര്യമായിരുന്നു. പത്രം വായിക്കുമായിരുന്നു. എപ്പോൾ ആണെങ്കിലും പുസ്തകം കിട്ടുന്ന എല്ലാം വായിക്കുന്ന ഒരു സ്വഭാവം ഉണ്ടായിരുന്നു. അതാണ് മെയിനായിട്ട് ഇത്രയും. പിന്നെ നല്ല ദൈവാനുഗ്രഹം ഉണ്ടായിരുന്നു, നല്ല പ്രാർത്ഥന, എല്ലാവരോടും സ്നേഹമായിരുന്നു. സ്മാർട്ടായിരുന്നു ഞാൻ പറഞ്ഞു. പക്ഷേ ഞങ്ങൾ രണ്ടും കൂടെ ഭയങ്കര മൈ ഫ്രണ്ടായിട്ടാണ് ഞാൻ ജീവിച്ചിട്ടുണ്ട്. ഞങ്ങളുടെ അമ്മയുണ്ടായിരുന്നു, ഈ സോണത്തിൻ്റെ വല്യമ്മ, ഞങ്ങളുടെയൊക്കെ അമ്മ. അപ്പോൾ അമ്മ രോഗമായിട്ട് കുറേ നാൾ കിടന്നു കഴിഞ്ഞപ്പോൾ ഒരു ദിവസം ഞാനിങ്ങനെ വീട്ടിൽ വന്ന് അമ്മയുടെ അടുത്ത് നിൽക്കുമായിരുന്നു. ഇവളും വന്നു കഴിഞ്ഞപ്പോൾ അമ്മയ്ക്കിങ്ങനെ പുറണ്ടാവും കാണാതെ ഈ കെട്ടിലെ തന്നെ കിടക്കുക. ഞങ്ങൾ രണ്ടുപേരും കൂടെ താങ്ങി പിടിച്ച് കസേര വീൽ ചെയറിൽ ഇരുത്തി പുറത്തിറക്കി. ഞങ്ങളിങ്ങനെ മുറ്റത്തിൻ്റെ വട്ടം കറക്കി കുറേ സമയം കൊണ്ടുവരുന്ന അമ്മയ്ക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. ജോപ്പനുമായിട്ട് വഴക്കുണ്ടാക്കുമ്പോൾ ആൻറ്റി വഴക്ക് പറയാറുണ്ട്. എന്തെങ്കിലും കുരുത്തക്കേട് കാണിക്കുമ്പോൾ വല്ലവരും വന്നാൽ സംസാരിക്കാതിരിക്കുകയാണെങ്കിലും വഴക്ക് പറയും, പഠിക്കാതിരുന്നാലും വഴക്ക് പറയും. അടുത്തത് ഇനി ട്രെയിനിങ് ആണ് മുസൂറി വെച്ച്. അത് ജൂലൈ അവസാനം അല്ലെങ്കിൽ ഓഗസ്റ്റ് ആദ്യമോ ഫൗണ്ടേഷൻ കോഴ്സ് തുടങ്ങും. എന്നിട്ട് പിന്നെ ഒരു വർഷത്തേക്ക് അവിടെ ട്രെയിനിങ് ആയിരിക്കും. അത് കഴിഞ്ഞ് അടുത്ത മെയ് ആകുമ്പോഴത്തേക്ക് പോസ്റ്റിംഗ് ആവും. ഗുഡ് മോർണിംഗ് അച്ഛാ. ഓക്കെ, ഏഞ്ചൽ വാലിയിലെ അച്ഛനാ? ഓക്കെ, അതെ, മനസ്സിലായി. എന്നായിരുന്നു? ജൂൺ 8 അല്ലേ? ഓക്കെ. 9:30 ആകുമ്പോഴത്തേക്കും വരാം. സിവിൽ സർവീസ് കിട്ടിയതിൽ ഞങ്ങൾക്ക് ഭയങ്കര അഭിമാനമുണ്ട്. എന്താണെന്ന് വെച്ചാൽ ഞങ്ങളുടെ കൊച്ചിന് കിട്ടിയതിൽ ആന്റിമാർക്കൊക്കെ ഭയങ്കര സന്തോഷമുണ്ട്. ഞങ്ങൾക്ക് സോണറ്റിന്റെ ആന്റിയാണെന്ന് പറയാൻ അഭിമാനമുണ്ട്. പഠിക്കാൻ വേണ്ടി കുട്ടികളെ ഒത്തിരി പ്രഷറൈസ് ചെയ്യുന്ന മാതാപിതാക്കളോട് എനിക്ക് പറയാനുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ, നമ്മൾ അവർക്ക് പ്രഷർ കൊടുക്കാതിരിക്കുക. കാരണം നമ്മൾ അവർക്ക് പ്രഷർ കൊടുക്കുമ്പോൾ അവരുടെ ഉള്ളിൽ തന്നെ ഒരു പേടിയായിട്ട് മാറും. അപ്പൊ അവർക്ക് അവരുടെ അവസരങ്ങൾ അല്ലെങ്കിൽ അവരുടെ ആഗ്രഹങ്ങൾ തേടി പോകാനുള്ള കോൺഫിഡൻസ് ഇല്ലാതെ വരും. അപ്പം അത് പേടിപ്പിക്കുന്ന അല്ലെങ്കിൽ പ്രഷർ കൊടുക്കുന്നേക്കാൾ കൂടുതൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഇങ്ങനെയൊക്കെ അവസരങ്ങൾ ഉണ്ടെന്ന് അവർക്ക് പറഞ്ഞു കൊടുക്കുക. അതായത് ഇപ്പം UPSC പോലത്തെ പരീക്ഷയെ പറ്റി അധികം ആൾക്കാർക്ക് അറിയില്ല. അപ്പം UPSC പോലത്തെ പരീക്ഷകളുണ്ട്, അല്ലെങ്കിൽ CA പോലത്തെ പരീക്ഷകളുണ്ട്. ഇങ്ങനെ നിങ്ങൾക്ക് അവസരങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞു കൊടുക്കുക. പിന്നെ അവർക്ക് സപ്പോർട്ട് കൊടുക്കുക. കാരണം എപ്പോഴും അവരുടെ താങ്ങും തണലുമായിട്ട് നിൽക്കേണ്ട അവരുടെ ഫാമിലി അല്ലെങ്കിൽ അവരുടെ പേരൻസ്. കാരണം അവരെ തന്നെ പ്രഷർ കൊടുക്കാൻ തുടങ്ങിയാൽ കുട്ടികൾ അവരിലേക്ക് തന്നെ ചുരുങ്ങാൻ തുടങ്ങും. അപ്പം ആ ഒരു സാഹചര്യം ഇല്ലാതെ പേരൻസിനെയൊക്കെ സപ്പോർട്ട്, അതായത് പ്രോപ്പർ ആയിട്ടുള്ള ഒരു ഗൈഡൻസ് കൊടുക്കുകയാണെങ്കിൽ അവർക്ക് ഉയരങ്ങളിൽ, അതായത് അവരുടെ ഇഷ്ടം അനുസരിച്ച് അവരുടെ ആപ്റ്റിറ്റ്യൂഡ് അനുസരിച്ച് നല്ല വിജയങ്ങൾ നേടാൻ വേണ്ടി പറ്റും. ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മുടെ നവമാധ്യമങ്ങളുടെ സ്വാധീനം ഭയങ്കര കൂടുതലാണ്. ഇപ്പം പ്രത്യേകിച്ച് കുട്ടികളൊക്കെ ആണെങ്കിലും യൂട്യൂബിലെ ഷോർട്സ് വീഡിയോകളിലേക്കൊക്കെ ഒതുങ്ങി പോകുന്ന ഒരു കാലഘട്ടത്തിൽ ഇങ്ങനെ ഇൻസ്പയറിംഗ് ആയിട്ടുള്ള സ്റ്റോറീസ് അല്ലെങ്കിൽ വിജയിച്ചവരുടെ കഥകൾ പ്രേക്ഷകരിലേക്കും എസ്പെഷ്യലി കുട്ടികളിലേക്ക് എത്തിക്കുന്ന ശാലം പോലത്തെ ശാലം പോലത്തെ ചാനലുകളുടെ എഫേർട്ടുകൾ അഭിനന്ദിക്കണം. അപ്പം എൻ്റെ ഈ കഥയും കുട്ടികളിലേക്ക് എത്തിക്കാൻ സഹായിക്കുന്ന ശാലോം TVക്ക് ഒത്തിരി നന്ദി.